കർത്താവിൽ വാത്സല്യമുള്ള ദൈവജനമേ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഇടപെടണം എന്നാഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു നിയോഗത്തെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയാൽ സമർപ്പിക്കുക. ഉത്തരം ലഭിക്കാതെ പോവുകയില്ല, നിശ്ചയം. ഒരുപക്ഷെ സ്നേഹിതരോ കൂട്ടാളികളോ നാട്ടുകാരോ ഒക്കെ പറഞ്ഞിട്ടുണ്ടാവാം ഇവയൊന്നും നടക്കുവാൻ യാതൊരു സാധ്യതയുമില്ല എന്ന്. എന്നാൽ ഇപ്പോൾ ഈ തിരുവചന ധ്യാനത്തിലൂടെ, ഈ വചനം ശ്രവിക്കുന്നതിലൂടെ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ നിയോഗം പരിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥത വഴിയായി നമുക്ക് നേടിയെടുക്കാം. വിശ്വാസത്തോടെ തിരുസന്നിധിയിലായിരിക്കാം. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ. എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകും. കേവലം ഞാൻ പറയുന്ന വാക്കുകളല്ല ഇത്. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 24-ാം വചനമാണിത്. പരിശുദ്ധ അമ്മേ, മനസ്വസ്ഥത നശിച്ച് നിരാശയിൽ കഴിയുന്നവർക്ക് പ്രത്യാശയും സമാധാനവും ലഭിക്കുവാൻ അമ്മയെ പ്രാർത്ഥിക്കണമേ. പരിശുദ്ധ അമ്മയെ, ഞങ്ങളുടെ അധ്വാനങ്ങളെയും ഞങ്ങളുടെ എല്ലാ ജീവിത സംരംഭങ്ങളെയും വിനാശകരമായ എല്ലാ കെടുതികളിൽ നിന്നും കാത്ത് സംരക്ഷിക്കുവാൻ അമ്മയെ പ്രാർത്ഥിക്കണമേ. അനുഗ്രഹത്തിൻ്റെ കാലങ്ങളെയും ഐശ്വര്യപൂർണമായ സമാധാന ജീവിതത്തെയും ഞങ്ങൾക്ക് ലഭിക്കുവാൻ അമ്മയെ പ്രാർത്ഥിക്കണമേ. പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും, രോഗങ്ങളിൽ നിന്നും, കോപങ്ങളിൽ നിന്നും ഞങ്ങളെ എല്ലാവരെയും കാത്തുകൊള്ളുവാൻ നിന്റെ ഏകജാതനോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. അമ്മേ, നിന്നെ തിരഞ്ഞെടുത്ത പിതാവിനും നിന്നിൽ ഇറങ്ങി വസിച്ച വന്ധ്യപുത്രനും അമ്മയെ വിശുദ്ധീകരിച്ച പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഉത്തരമരുളി ചെയ്ത് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം, 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 സ്തോത്രം.